ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ പൊല്യൂഷൻ ഓൾറെഡി പാസ്സാവുന്നില്ല, അപ്പോൾ പൊല്യൂഷൻ എടുക്കാനുണ്ട്. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റാം, സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമുക്ക് വർക്കിന് കയറ്റിയിട്ടുണ്ട്, ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ അയച്ച് ബ്രേക്ക് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ ഇട്ടാണ്, പുതിയ ലൈനർ ഉണ്ടോ വലിയ പഴക്കമായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പിന്നെ അതേപോലെ തന്നെ സ്പോക്കറിൻ്റെ ചെയിൻ സ്പോക്കറിൻ്റെ കണ്ടീഷൻ ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല, വലിയ പഴക്കമില്ലാത്ത ചെയിനാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ടൈറ്റ് ചെയ്ത് ഒന്ന് ഓയിലോട്ട് റെഡിയാക്കി എടുക്കാം, നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. നിലവിൽ വലിയ പഴക്കമില്ലാത്ത ഫിൽറ്ററാണ്, അപ്പോൾ അതും കൂട്ടത്തിൽ ചെയ്ത് വിടുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ, ഓയിൽ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഒരല്പം ലെവല് ചെറിയ വേരിയേഷൻ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഓയിൽ ഏകദേശം ഒരു 1000 കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഓയിൽ ലെവലൊന്ന് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വണ്ടി നമ്മൾ അതിൻ്റെ കാർബറേറ്റർ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ വണ്ടി ഓടുന്ന സമയത്ത് ഇടയ്ക്ക് ഓഫായി പോകുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല നമ്മളതിൻ്റെ പ്ലഗിൻ്റെ ഭാഗത്തായാലും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരല്പം ഓയിൽ കണ്ടൻറ്റ് കാണുന്നുണ്ട്, കാർബൺ കണ്ടൻറ്റ് ഇച്ചിരി കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കാർബറേറ്ററിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ഫംഗസ് പിടിച്ചാണ് അവസ്ഥയിൽ ഒരു പൂപ്പലായോട് കൂടിയിട്ട് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഒരു പൗഡർ കണക്ക് മൊത്തം പൊടിഞ്ഞു പോരുന്ന രീതിയിലുള്ള സംഭവമാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളിനകത്ത് മിക്സിങ് വരുന്നതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് ഇവിടെ വെച്ചിട്ട് നോക്കുന്ന സമയത്തുള്ളത് നമുക്ക് കൈമക്കടയൊക്കെ ഒരു പൊടി പോലെ വന്നുണ്ടാകും. അത് ശരിക്കും ആ പൊടി പോലെ വരാമെന്ന് പറഞ്ഞാൽ അലുമിനിയം അത്രയും ഭാഗം എടുത്ത് ദ്രവിച്ചോണം എടുത്ത് പോകണം, ക്ലാവ് പിടിച്ച് എടുത്ത് പോകണതാണ്. അപ്പോൾ നമുക്ക് നിലവിലിപ്പോൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കാണുന്നുണ്ട്. അത് ഈ സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയി പോകാനായിട്ടുള്ള റീസൺ അതാണ് കേട്ടോ. അപ്പം നിലവിൽ നമ്മൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നം അറിയാലോ, ഈ ഐറ്റം ഈ പൊടി എന്ന് പറയുന്ന സംഭവം മൊത്തം പൊളിഞ്ഞു പോരും. അതായത് ശരിക്കും പറഞ്ഞാൽ കാർബറേറ്റർ സ്പ്രേ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുക. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നീറ്റായിട്ട് പോരും. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബൈ ചാൻസ് അതിനൊരു എന്താ പറയുക ഒരു ഡിഫക്റ്റ് സംഭവം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഓവർഫ്ലോ വരുന്ന ഭാഗത്ത് അതിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ ക്ലാവ് ഉണ്ട്. അതിൻ്റെ ഈ സംഭവം ആ നീഡിൽ വന്ന ഭാഗത്ത്, ഈ നീഡിൽ വന്ന് അടയണ ഭാഗത്താണ് ആ പ്രോബ്ലം വന്നത് കേട്ടോ. കാരണം വെച്ചാൽ അത് നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതും പൊടിഞ്ഞു പോകുന്നു കഴിഞ്ഞാൽ സ്വാഭാവികം പൊടിഞ്ഞു പോരും, 100% പോകും. കാരണം വെച്ചാൽ ക്ലീൻ ചെയ്യുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ നീറ്റായിട്ട് ക്ലീനായിട്ട് പോരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു പക്ഷേ ഓവർഫ്ലോ വരാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അത് പഴക്കം, ഒന്നാമത് കാർബറേറ്റർ പഴക്കമുണ്ട്. തന്നെയല്ല ഈ എന്താ പറയുക ഇതേപോലെ തന്നെ ഈ ഫംഗസ് പിടിച്ചാകുന്ന രീതിയിൽ ക്ലാവ് പിടിച്ച് പൊളിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് സംഭവിക്കുന്നതാണ് അത് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്ത് വരില്ല എന്നുള്ള ധാരണയിൽ നമുക്ക് റീസെറ്റ് ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ അങ്ങനെ ഓവർഫ്ലോൻ്റെ വലിയ പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാൻ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്യാണ്ട് മാർഗ്ഗമില്ല, എന്തായാലും ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും. ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചെടുക്കാനാണ് ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് നമുക്കതിൻ്റെ ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നമുക്കത് റീസെറ്റാക്കി എടുക്കാം നമുക്ക്. പിന്നെ അതേപോലെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൽഫിൻ്റെ കേസ് നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ പുതിയ പുത്തൻ ബാറ്ററി ഇരിക്കണം, 2025 ബാറ്ററിയാണ്, ആംറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണം, 5 ആംപിയറിൻ്റെ. അപ്പോൾ ബാറ്ററിയുടെ അല്ല, മോട്ടറും ഓൾറെഡി വർക്കിംഗ് ആവുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിലാണ് ആ പ്രശ്നം കാണിക്കാം. അത് മെയിനായിട്ട് നമുക്ക് ഇഗ്നീഷൻ സ്വിച്ച് ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്, ഏടി ഭാഗം ആ വന്ന കോൺടാക്റ്റ് വന്ന ഭാഗം ലൂസ് കോൺടാക്റ്റ് ഉണ്ട്. പിന്നെ അതേപോലെ ഈ സെൽഫ് സ്വിച്ചും ചില സമയങ്ങളിൽ പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ സെൽഫ് സ്വിച്ച് മാറ്റിയതിന് ശേഷം ഇഗ്നീഷൻ സ്വിച്ച് അഴിച്ച് ഫുള്ള് കോൺടാക്റ്റ് ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയി പോകും. നിലവിലിപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സെൽഫ് മോട്ടറിൻ്റെ കാർബണിൻ്റെ അവസ്ഥയും നമുക്കറിയില്ല ഉള്ളിലത്തെ, കാരണം അത് നമുക്ക് അഴിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യണതുകൊണ്ട് തൽക്കാലം അതിപ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ എന്തെങ്കിലും സെൽഫ് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ അപ്പോൾ ഇതൊക്കെ റെഡി ആക്കിയിട്ട് പിന്നീട് കംപ്ലയിൻറ്റ് വരാണെങ്കിൽ മാത്രം കാർബറേറ്റർ അഴിച്ചാൽ മതി. അല്ല, കാർബറേറ്റർ മീൻസ് അതിൻ്റെ മോട്ടർ അഴിച്ച കാർബണിൻ്റെ കേസ് മാറ്റി എന്തെങ്കിലും ചെയ്താൽ മതി. ഇപ്പം നമുക്കത് ചെക്ക് ചെയ്യേണ്ട, ഓൾറെഡി വർക്കിംഗ് ആയതുകൊണ്ട് ആ രീതിയിൽ പോട്ടെ. ഇപ്പം നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ സ്വിച്ചും മാറ്റിയിടാം, ഇഗ്നീഷൻ സ്വിച്ച് ക്ലീൻ ചെയ്തേ ആ ഭാഗം ഓക്കെ ആയിക്കോളും. നിലവിൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ്. അപ്പോൾ കാർബറേറ്റർ ക്ലീനിങ് ഒക്കെ ആണ് അഡീഷണലായിട്ട് വന്നത്. കാർബറേറ്റർ ക്ലീനിങ് ഉണ്ട്, അതേപോലെ തന്നെ പൊല്യൂഷനും കൂടി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതടക്കം അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരാം കേട്ടോ. ഞാൻ അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് വൈകുന്നേരത്തേക്കാണ് ആവുള്ളൂ. അതനുസരിച്ച് ഞാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം എന്തായാലും. ഓക്കെ.